ലോകേഷ് അവതരിപ്പിക്കുന്ന കൂലി കണ്ടിറങ്ങി ഗൈസ്. ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇത് യൂണിവേഴ്സോ റിവേഴ്സോ ഒന്നുമല്ല. ഇതിനകത്ത് ദില്ലി വരും, റോളക്സ് വരും എന്നൊക്കെ ഓർത്ത് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു മാങ്ങാണ്ടിയും വരില്ല. ഓക്കെ, ഇത് യൂണിവേഴ്സ് അല്ല, ഇതൊരു രജനീകാന്തിൻ്റെ ഒരു നോർമൽ മൂവി ആ ഒരു തോന്നുന്നു. പിന്നെ ലോകേഷിൻ്റെയും നമ്മൾ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യലോ, അതൊന്നും ഇതിനകത്ത് ഞാൻ കണ്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു 2-3-4 സോങ്ങൊക്കെ ആയിട്ട് അങ്ങോട്ട് തട്ടിമുട്ടി അങ്ങ് പോകും, അത്രേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു സൂപ്പർ സീൻ ഡേയ്സ്. അതിനകത്താണ് കുറച്ചെങ്കിലും തിയേറ്റർ ഒന്ന് ഇളക്കി മറിയാനുള്ള സാധനം കണ്ട അതിനകത്താ. ഹോസ്റ്റൽ മറ്റേ അവരുടെ ആ ഒരു ഹോസ്റ്റലിലോട്ട് വരുന്നു, എന്നിട്ട് രജനീകാന്തിൻ്റെ ഫൈറ്റും മറ്റേ ഉപേന്ദ്രയുടെ ആ ഒരു എൻട്രിയും അതൊക്കെ മാസാണ്. തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട ഏറ്റവും അത് ഉപേന്ദ്ര വന്നിട്ടുള്ള ഫൈറ്റും ആ ഒരു കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, പക്ക സാധനമാണ്, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പടം ഇങ്ങനെ താഴും പൊങ്ങും, അങ്ങനെയൊക്കെ അങ്ങ് പോവാം. അതിന് ക്ലൈമാക്സിൽ പിന്നെ അമീർ ഖാൻ വരും. അമീർ ഖാൻ്റെ ഒക്കെ വരവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പൊളി സാധനം. ഒരു വള്ളി നിക്കറിട്ട് വരും, രസമാണ്. നമ്മൾ അതുകൊണ്ട് അധികം എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകണ്ട ഗൈസ്. ചെറിയൊരു നോർമൽ പടത്തിന് പോവുക, കാണുക, ഒന്ന് കാണാനുള്ള ഉണ്ട്. ഒരു ആവറേജ് മൂവിയാണ് ഗൈസ്, സാധനമുണ്ട്, കാണാനുള്ള ഒന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അതിനുള്ള സപ്പോർട്ട്